guys, welcome back to our channel. So must date the Playboy episode number 19 റിലീസ് ആയിട്ടുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൗശിയും താരയും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. താരേൻ്റെ അടുത്ത് കൗശി വന്ന് ചോദിക്കുന്നുണ്ട്, നീ ബ്രേക്കപ്പ് ആയോ അവനുമായിട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ആയി എന്ന് പറഞ്ഞിട്ട് പോലും കൗശിക്ക് വിശ്വാസമാവുന്നില്ല. കൗശി ചോദിക്കുന്നുണ്ട്, എന്നാൽ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാവോ, നീ മൂവ് ഓൺ ആയി എന്നുള്ള കാര്യം ഒന്ന് സെയിൻ്റെ അടുത്ത് പറയുമോ, എന്നാൽ മാത്രമേ സെയിൻ എൻ്റെ അടുത്ത് സംസാരിക്കുള്ളൂ എന്നുള്ള രീതിയിൽ കൗശി പറയുന്നുണ്ട്. കൗശി വന്ന് ഭയങ്കര സെൽഫിഷായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കൗശി ഇത്രയും കാര്യങ്ങൾക്കിടയിലും അവളുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് താരൻ്റെ അടുത്ത് പറയാണ്. ആ സമയത്ത് താര പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനും ജഗനും തമ്മിൽ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്നുള്ള രീതിയിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, സോ അതിൽ നിന്ന് തന്നെ മനസ്സിലായിക്കോളും ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് പറയുമ്പോഴത്തേക്കും ജഗൻ വരുന്നുണ്ട്. ജഗൻ ഹേ ബേബി എന്നൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത്. ആ സമയത്ത് താര നോക്കുന്നുണ്ട്. അപ്പോൾ കൗശി ചോദിക്കുന്നുണ്ട്, നിൻ്റെ മൂക്കിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജഗൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ താരേനെ ആലോചിച്ച് വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ തറയിൽ വീണതാന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല അഭിനയമാണ്. ജഗൻ വന്നിട്ട് താരയുടെ അടുത്ത് പറയുന്നുണ്ട്, താര ഐ മിസ് യു എന്ന് പറയുന്ന സമയത്ത് താരയ്ക്കാണെങ്കിൽ എന്തിപ്പോൾ പറയാൻ വെച്ചിട്ട് മിസ് യു ടു തിരിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് നമ്മുടെ സെയിനും അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കൗശി ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ജഗനാണെന്നുണ്ടെങ്കിൽ താരൻ്റെ കൈ പിടിച്ച് ജഗൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് കൗശിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള മൂഡിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജെയിനാണെന്നുണ്ടെങ്കിൽ നല്ല വിഷമാവുന്നുണ്ട്. ആ സമയത്ത് തന്നെ താര വന്നിട്ട് ജഗൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തി കാണിക്കുന്നത്, ഇപ്പം എന്തിനും ഇങ്ങനെ കാണിക്കണേ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ജഗൻ പറയുന്നുണ്ട്, അതേ നോക്ക് അവിടെ കൗശി ഇരിക്കുന്നുണ്ട്, അവളെ നമ്മൾക്ക് വിശ്വസിപ്പിക്കണം, അതേപോലെ തന്നെ നീ ഒന്ന് അപ്പുറത്തേക്ക് നോക്കി അവിടെ സെയിൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്, സോ നമുക്ക് അവളിനെയും വിശ്വസിപ്പിക്കണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല വിഷമത്തിൽ ആകെ സങ്കടപ്പെട്ട് പോവാണ്. ആ സമയത്ത് ഒരാൾ ഇടിക്കുന്നൊക്കെ ഉണ്ട്. അതൊന്നും സെയിൻ കാര്യമാക്കുന്നില്ല. സെയിൻ ആകെ തകർന്നു പോയി. കാരണം ജഗൻ്റെ കൂടെ ഇങ്ങനെ താര നിൽക്കണ കണ്ടപ്പോഴത്തേക്കും സെയിൻ ആകെ വിഷമായി. അങ്ങനെ സെയിൻ പോവാണ്. ഇവിടെ താരൻ്റെ അടുത്ത് കൗശി വീണ്ടും ചോദിക്കുകയാണ്, താര പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു ഹെൽപ്പ് ചെയ്യുക, അവനോട് ഒന്ന് ജസ്റ്റ് സംസാരിക്കും, നീ മൂവ് ഓൺ ആയി എന്ന് എന്നാൽ മാത്രമേ അവൻ എന്നോട് സംസാരിക്കുള്ളൂ, പ്ലീസ് താര എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് താര പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കൗശിക്ക് എങ്ങനെയാണാവും ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്നത്? എന്തായാലും കൗശി താരൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് പറഞ്ഞു നടക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്ന സ്വഭാവം വെച്ചിട്ട് നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ആൻഡ് ഈ സമയത്ത് ജഗൻ ചോദിക്കുന്നുണ്ട്, എന്താ അവൾ നിൻ്റെ അടുത്ത് പറഞ്ഞേന്ന് ചോദിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട്, അതൊക്കെ നിൽക്കട്ടെ, നിൻ്റെ മൂക്കിന് എന്താ പറ്റിയത്, നിൻ്റെ അടുത്ത് ജെയിൻ വന്ന് സംസാരിച്ചതാണോ ഇതെന്ന് ചോദിക്കുന്ന സമയത്ത് ജഗൻ പറയുന്നുണ്ട്, സംസാരിച്ചു, അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, കൺവിൻസ് ആവുന്ന രീതിയിൽ എന്നെ കാര്യങ്ങൾ പറഞ്ഞേ, അതുകൊണ്ട് അവനത് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ താര ചോദിക്കുന്നുണ്ട്, അവൻ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട്, അവനൊന്നും പറഞ്ഞില്ല, കാരണം അവനെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറയുമ്പോൾ താരയ്ക്ക് വിഷമാവുന്നുണ്ട്. താര വിചാരിച്ചത് സെയിൻ എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. താര ഭയങ്കര വിഷമിച്ചിട്ട് നേരെ ക്ലാസ്സിലേക്ക് നടക്കുന്നുണ്ട്. ജഗൻ പറയുന്നുണ്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നുണ്ട്. താര ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് ആരോ താരനെ പിടിച്ച് ഒരൊറ്റ വലിച്ച് വേറെ ക്ലാസ് റൂമിലേക്ക് ഇടുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്, നമ്മുടെ സെയിനാണ് അവളെ വിളിച്ച് വരുത്തിയിരിക്കുന്നത്. സെയിനാണെന്നുണ്ടെങ്കിൽ താരനെ പിടിച്ച് നിർത്തി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് നാളായിട്ടുള്ള, അതിനുള്ളിൽ എപ്പോഴത്തേക്കും നീ എങ്ങനെയാണ് ജഗനുമായിട്ട് സെറ്റായി, എനിക്കൊന്നും മനസ്സിലാവണില്ല, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട്, അതിന് നിനക്ക് കൗശീനെയല്ലേ ഇഷ്ടമുണ്ടായിരുന്നേ, നമ്മൾ തമ്മിലിപ്പോൾ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു, കൗശിയായിട്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥിതിക്ക് നീ കൗശീൻ്റെ കൂടെ പൊക്കോ, ഞാനാണിതൊന്നും അറിയാതെ നിൻ്റെ പിന്നാലെ വന്നത്, നിന്നെ ഇഷ്ടപ്പെട്ടത്, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞാനായിരുന്നു പൊട്ടി, സോ ഇപ്പം നിനക്ക് കൗശീൻ്റെ കൂടെ ജീവിക്കാനുള്ള സമയമാണ്, നീ കൗശീൻ്റെ കൂടെ പൊക്കോ, ഞാൻ മൂവ് ഓൺ ആയി എന്നുള്ള കാര്യം താര പറയുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ നിൻ്റെ കാര്യത്തിൽ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് ഞാൻ നിന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല, സോ അതേപോലെ തന്നെ നീ എൻ്റെ കാര്യത്തിൽ അവളെ പ്രേമിക്കണം ഇവളെ പ്രേമിക്കണം എന്ന് പറയാൻ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. താര പറയുന്നുണ്ട്, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, ഇപ്പം നീ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല, സോ നീ ഒന്നും മിണ്ടണ്ട എന്നുള്ളത് പറയുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അത്രയധികം സ്നേഹിച്ചിരുന്നു താര, എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് കൂടി അറിയില്ല, ഇത്രയും നല്ലൊരു ലവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, മേ ബി ഞാൻ ഹാപ്പിയായി ജീവിക്കുമായിരുന്നു, നീ എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ ജീവിച്ചേനെ, പക്ഷെ നീ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം നീ എന്നെ വിട്ടുപോയിട്ട് എനിക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല, ലൈഫ് ലോങ് നിൻ്റെ കൂടെ ഹാപ്പിയായി ജീവിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഡ്രീം, ഇനി എന്നെ കൊണ്ട് അത് പറ്റില്ല. ആ സമയത്ത് സെയിൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് താരയുടെ അടുത്ത്, പ്ലീസ് ഒരു ദിവസമെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ കൂടെ നല്ലൊരു ലൈഫ് നമുക്ക് സ്പെൻഡ് ചെയ്യാം, ഒരു ലാസ്റ്റ് 1 ഡേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് താര ആലോചിക്കുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുള്ളത് സെയിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സെയിനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ താര പറയുന്നുണ്ട്, അതിനുശേഷം നീ വേറെ ഞാൻ വേറെ,
എന്ന് പറഞ്ഞതിന് ശേഷം താര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. ആ സമയത്ത് താര വിചാരിക്കുന്നുണ്ട് ആഗ്രഹിച്ചൊരു ജീവിതമല്ലേ, അറ്റ് ലാസ്റ്റ് ഒരു 1 ഡേ ഇവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് താര സമ്മതിക്കുന്നുണ്ട്. ലാസ്റ്റ് 1 ഡേ നമുക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാം, അതിനുശേഷം നമ്മൾ രണ്ടുപേരും രണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താരയും സെയിനും കൂടി ലാസ്റ്റ് 1 ഡേ അവർ ഒന്നിച്ചൊരു ദിവസം സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിക്കുകയാണ്. താരയ്ക്ക് നല്ല വിഷമമുണ്ട്. സെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. സെയിൻ കരഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. താരയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം വളരെ കാലത്ത് തന്നെ എണീറ്റിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതാണ് ആ ദിവസം, സെയിൻ്റെ കൂടെയുള്ള ലാസ്റ്റ് ഡേ, സോ ഞാൻ ഹാപ്പി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് താരയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി സുന്ദരിയായി റെഡി ആയിട്ടൊക്കെയാണ് പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് താര സ്റ്റെയർസ് ഇറങ്ങി താഴെ വരുന്ന സമയത്ത് താര കാണുന്ന ബോബീനെയാണ്. ആ സമയത്ത് ബോബിയുടെ അടുത്ത് താര ചോദിക്കുന്നുണ്ട് സെയിൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സെയിൻ നേരത്തെ പോയി, നമുക്ക് പോവാം, മാഡത്തിനെ കൊണ്ടുപോകാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാഡം പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് താര ചോദിക്കുന്നുണ്ട് പാസ്പോർട്ട് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബോബി താരനെയും വിളിച്ച് കാറിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ അവർ പോകാനായിട്ട് റെഡി ആവുകയാണ്. ആ സമയത്ത് ബോബി പറയുന്നുണ്ട് താരയുടെ അടുത്ത് ഞാൻ സെയിൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, താരനെ പോലെ ഒരു പെണ്ണിനെ ലൈഫിൽ കിട്ടില്ല എന്നുള്ളത്. ഇനി ഞാൻ മോളുടെ അടുത്ത് പറയാം, സെയിനെ പോലെ ഒരു നല്ല പയ്യനെ മോൾക്ക് ഇനി ലൈഫിൽ കിട്ടില്ല, സോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട്. താരയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ താരയ്ക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. സെയിൻ ഓൾറെഡി ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് താരയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട്. താരയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റൊക്കെ കയറി പോകുന്നുണ്ട്. അവൾ ചെന്നെത്തുന്നത് ഊട്ടിയിലേക്കാണ്. നേരത്തെ താരേനെയും കൊണ്ട് സെയിൻ അവൻ്റെ അമ്മ ജീവിച്ചിരുന്ന സ്ഥലത്ത് പോരുന്ന സെയിം സ്ഥലത്തേക്ക് തന്നെയാണ് സെയിൻ അവളെ ഇപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത്. വണ്ടിയിൽ വെച്ചിട്ട് ഡ്രൈവർ അവൾക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്, സെയിൻ തരാൻ പറഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അവളത് ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ ആ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും സെയിൻ വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വരില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ നീ വന്നല്ലോ എന്ന് പറയുമ്പോൾ താര പറയുന്നുണ്ട് ഞാൻ എൻ്റെ പ്രോമിസുകൾ ബ്രേക്ക് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ സെയിൻ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ലൈഫ് ടൈം ഫുള്ള് നീ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് മണ്ടത്തരം പറ്റിയെന്ന് പറയുന്ന സമയത്ത് താരൊന്നും പറയുന്നില്ല. വാ എന്നാൽ നമുക്ക് പോകാമെന്നും പറഞ്ഞ് സെയിൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ആ വീട്ടിലേക്ക് കയറി പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഇനിയുള്ള എപ്പിസോഡിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ജൂൺ 10 ആണ് ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് റിലീസാവുക. സോ ആ എപ്പിസോഡ് റിലീസായതിനു ശേഷമാണ് ഞാൻ എക്സ്പ്ലനേഷൻ ഇടുക. സോ ജൂൺ 10 വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രാമ ഇട്ടിരുന്നു, പക്ഷെ ആർക്കും ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു, ആരും കണ്ടില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടമാവോ ഇല്ലേ എന്നുള്ളതൊന്ന് ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് കമൻറ്റ് ബോക്സിൽ ഡ്രാമ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ഡ്രാമകളുടെ ഒരു സജഷൻ തരാമെന്നുള്ളത്. പക്ഷേ കുറേ ആൾക്കാർ കുറേ ഡ്രാമ പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളിട്ട കമൻറ്റ് തന്നെ നിങ്ങൾക്ക് കാണേണ്ട ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കൂടുതലുള്ള ഡ്രാമ നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലാവണില്ല. മസ്റ്റ് ഡേറ്റ് ദി പ്ലേബോയ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയുള്ള ഡ്രാമാസും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ആരാണെന്നുള്ളതും ഇഷ്ടമല്ലാത്ത ക്യാരക്ടർ ആരാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഓക്കേടാ ബൈഡാ.